നമുക്ക് ദിവസത്തിൻ്റെ ഈ തിരുനാളിൻ്റെ സന്ദേശം നൽകുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജു കുന്നക്കാട്ടച്ചനാണ്. അച്ഛൻ വാകക്കാട് ഇടവാംഗമാണ്. വൈദികനായതിനു ശേഷം അദ്ദേഹം തായ്ലൻഡിൽ നിന്നും MBA ബിരുദം കരസ്ഥമാക്കി തിരിച്ചെത്തി അദ്ദേഹം മാൻസ്ലിവ മെഡിസിറ്റിയുടെ ഡയറക്ടറായിട്ട് സേവനം ചെയ്തു. അതിനുശേഷം ഏതാണ്ട് 3 വർഷക്കാലമായിട്ട് ഇപ്പോൾ അരുവിത്ര കോളേജിൻ്റെ ബെർസാറും അതുപോലെ തന്നെ വിവിധ കോഴ്സുകളുടെ കോർഡിനേറ്ററുമായിട്ട് സുദീർഘമായിട്ടുള്ള സേവനം ചെയ്യുകയാണ്. അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്. ധ്യാനചിന്തകൾ നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യൂട്യൂബിലൂടെ വിളക്ക് എന്ന നാമധേയത്തിലുള്ള ഓരോ ദിവസത്തെയും നമ്മുടെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രസംഗ പരമ്പരയാണ്. വളരെ ഹ്രസ്വമാണെങ്കിലും അതിശ്രേഷ്ഠമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹം അതിലൂടെ പങ്കുവയ്ക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛന് ഈ തിരുനാൾ സന്ദേശം നൽകുവാനായിട്ട് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്താം എന്ന് അറിയിക്കുകയും ഈ സമയം അദ്ദേഹം കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ബിജു കുന്നക്കാട്ടച്ചനെ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം തിരുനാൾ സന്ദേശം നൽകുവാനായിട്ട് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഏറ്റവും ആദരണീയനായ വികാരിയച്ഛൻ, സ്നേഹബഹുമാനപ്പെട്ട ജോസ് കാക്കല്ലച്ച, സ്നേഹബഹുമാനപ്പെട്ട മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇടവാംഗങ്ങളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ വലിയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. തിരുസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ആത്മീയമായ ഉൾക്കാഴ്ചകളാൽ സമ്പന്നവുമായ ഒരു തിരുനാളാണ് ഈശോയുടെ ദനഹാ തിരുനാൾ എന്ന് നമുക്കറിയാം. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞ നല്ല സ്വാഗത വാക്കുകൾക്ക് നന്ദി. വലിയ ആത്മീയ പാരമ്പര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വിശ്വാസവും ചരിത്രവും പാരമ്പര്യവും ആത്മീയതയെല്ലാം നമ്മുടെ മുമ്പിൽ നേർക്കാഴ്ചയായി നമ്മൾ ഈ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൻ്റെ ആത്മീയ അർത്ഥം അച്ഛൻ പറഞ്ഞു. സ്റ്റേജിലിവിടെ ആദ്യഘട്ടം ശിശുവധം ബാലയുടെ ആദ്യഘട്ടം നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ തിരുനാളിൻ്റെ സന്ദേശം നമ്മൾ കേൾക്കുന്നു. നമ്മുടെ രക്ഷകനായി പിറന്ന ഈശോയുടെ ജനനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ തിരുനാളിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. വളരെ പ്രത്യേകിച്ച് ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭമായ മാമോദീസായെക്കുറിച്ച് നമ്മൾ ഈ തിരുനാളിൽ പ്രത്യേകിച്ച് ഓർത്ത് ചിന്തിക്കുകയും ചെയ്യുന്നു. 2000 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. നമ്മുടെ രക്ഷയുടെ പ്രാരംഭമായി ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളാണ് നമ്മൾ പ്രത്യേകമായ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ പാരമ്പര്യങ്ങളോടെ ഇവിടെ അനുസ്മരിക്കുന്നത്. നമുക്ക് 2000 വർഷത്തിൻ്റെ പഴക്കമല്ല തോന്നുന്നത്, 2000 വർഷത്തിൻ്റെ ഹൃദയ അടുപ്പമാണ് ഈ കാര്യങ്ങളെല്ലാം കാണുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നത്. എല്ലാ വർഷവും ഇവിടെ മനോഹരമായ ഈ ആത്മീയ തിരുക്കർമ്മം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മറ്റൊരിടത്തും ഇത്രയേറെ പ്രൗഢിയോടെ, ഇത്രയേറെ ആത്മീയ സമ്പന്നതയോടെ ഈ കാര്യങ്ങൾ ആചരിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ പാലായുടെ ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഒരു ആത്മീയ പാരമ്പര്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ
വലിയ കാര്യമായി നമ്മൾ തിരിച്ചറിയുകയും അതിൽ സന്തോഷത്തോടെ പങ്കുചേരുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വലിയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സത്യത്തിൽ ഏറ്റവും നല്ല സന്ദേശം നമ്മൾ ഈ തിരുനാളിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നു. ഇവിടെ ഈ ദൃശ്യാവിഷ്കാരം നേരിട്ട് കണ്ട് ഇതിലെല്ലാം പങ്കുചേരുന്നു എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ദൈവികമായ ചില ആത്മീയ ഉൾക്കാഴ്ചകൾ ഈ സമയം വളരെ പെട്ടെന്നൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുന്നത്. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾച്ചേർന്ന ഈ ദൃശ്യാവിഷ്കാരം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നാളെ സഭയിൽ ഔദ്യോഗികമായി ആചരിക്കുന്ന ഈശോയുടെ ദനഹാ തിരുനാൾ, ഈശോയുടെ ഔദ്യോഗികമായ പ്രത്യക്ഷവൽക്കരണത്തിൻ്റെ ഓർമ്മ നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. അതിന് പ്രാർത്ഥനാപൂർവം ഒരുങ്ങുകയാണ് ഈ തിരുക്കർമ്മങ്ങളിലൂടെയും ഈ കാര്യങ്ങളിലൂടെയും എല്ലാം. പല പേരിൽ ഇത് പറയപ്പെടുന്നു. ദനഹാ തിരുനാൾ, രാക്കുളി, ഈശോയുടെ ജ്ഞാനസ്നാനം, മാമോദീസ. സത്യത്തിൽ ഈശോയ്ക്കൊരു മാമോദീസായുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. സ്നാപയോഹന്നാൻ നൽകിയിരുന്ന മാമോദീസ ജ്ഞാനസ്നാനം അത് യഹൂദ മതത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളെ യഹൂദ മതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്ന ഒരു മാമോദീസയാണ്, ഒരു തിരിച്ചെടുക്കൽ കർമ്മമാണ്. പാപമില്ലാതെ പിറന്ന, പാപത്തിൻ്റെ ലവലേശമില്ലാത്ത ദൈവപുത്രനായ ഈശോയ്ക്ക് അതിൽ വന്ന് ആ നിരയിൽ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഈശോയെക്കുറിച്ച് പറയപ്പെട്ട ഒരു പേര് നമ്മുടെ മനസ്സിലുണ്ട്. അത് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോടുകൂടെ. ദൈവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാ ദൈവത്തെ മനസ്സിലാക്കണമെന്ന് ആളുകൾക്കൊരു പ്രശ്നം, ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ എന്ന് കരുതി മാലാഖ പറഞ്ഞു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. പാപമൊഴികെ എല്ലാ കാര്യത്തിലും ദൈവമായ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാതിരുന്നിട്ടും ഒരു മാമോദീസായുടെ നിരയിൽ കയറി ഈശോയിൽ നിൽക്കുകയാണ്. വളരെ എളിമയോടെ, വളരെ ലാളിത്യത്തോടെ ഈശോ നിൽക്കുകയാണ്. ഈശോ അങ്ങനെ ആ മാമോദീസായിക്ക് ആ നിരയിൽ വന്ന് നിൽക്കുമ്പോൾ അത് കൊടുക്കുന്ന സ്നാപയോഹന്നാൻ അന്തം വിട്ടു. അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ ഞാൻ നിന്നിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്, നീ ഇതാ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഈശോ പറഞ്ഞു, കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കി ആളുകളുടെ ശ്രദ്ധയൊന്നും ആകർഷിക്കേണ്ട, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കും ചെയ്യുക. വളരെ ലാളിത്യത്തോടെ, വളരെ എളിമയോടെ അവിടെ നിൽക്കുന്ന പാപികളായ ആളുകളിൽ നിന്ന് വ്യത്യസ്തനായ ദൈവികനായ ഒരു മനുഷ്യനാണ് ഞാനിതാ എന്നൊന്നും തോന്നിപ്പിക്കാതെ അവരുടെ കൂടെ കൂടാൻ തയ്യാറാകുന്ന ഒരു ഈശോയെയാണ് നമ്മൾ കാണുന്നത്. വളരെ എളിമയോടെ അവരുടെ ഒപ്പം കൂടുന്ന ഈശോ. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് ആവശ്യമുണ്ടായിട്ട് സ്വീകരിച്ച ഒരു മാമോദീസയല്ലത്. പക്ഷേ നമ്മുടെ കൂടെ, നമ്മളിൽ നിന്ന് വ്യത്യസ്തനായ വലിയ അകലങ്ങളിൽ നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ ഈശോ ആ മാമോദീസ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഈശോ അത് സ്വീകരിക്കുന്ന വിധം നമുക്കൊരു പക്ഷേ ഭാവനയിൽ കാണാവുന്നതാണ്. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ വളരെ വളരെ എളിമയോടുകൂടി കൈകൂട്ടിപ്പിടിച്ച് യോഹന്നാന്റെ ഒരു കൈക്കുമ്പിളിൽ നിന്ന് വീഴുന്ന വെള്ളം തലയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്ന ഈശോ. നമ്മളതിന് രാക്കുളി എന്ന് നമ്മുടെ ഗ്രാമ്യ ഭാഷയിൽ പറയുന്ന പേരുണ്ട്. നമ്മുടെ പ്രസിദ്ധ ധ്യാന ചിന്തകനും പ്രഭാഷകനും ഒക്കെയായ ബോബി ജോസ് കട്ടികാടച്ചൻ ഈശോയുടെ ഈ ഒരു കുളിയെക്കുറിച്ച് പറയുമ്പോൾ, സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്കുകളുടെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്ന് കുളി എന്നുള്ളതാണ്, രണ്ട് സ്നാനം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, കുളി എന്നുള്ളത് സാധാരണ കുട്ടികൾ നടത്തുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്ക് പൊതുവെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അവർ ചെയ്യുന്നത്, കുളിക്കാൻ നിർബന്ധിക്കുമ്പോൾ അല്ലെ അമ്മ അവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഷവറിന് കീഴെ നിൽക്കുമ്പോൾ അവരുടെ ദേഹത്തേക്ക് വെള്ളം വീഴുമ്പോൾ ആ വെള്ളം തട്ടി മാറ്റാൻ ശ്രമിക്കും. അവർ കുറേ നനയും, കുളിപ്പിക്കാൻ കൊണ്ടുപോയി നിൽക്കുന്ന അമ്മയും നനയും. ഇഷ്ടമില്ലാതെ തന്നിലേക്ക് വരുന്ന വെള്ളത്തെ തട്ടി മാറ്റുമ്പോൾ സ്വയം കുളിച്ച് അടുത്ത് നിൽക്കുന്നവരെയും കുളിപ്പിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ച് കുളി എന്നുള്ളത്. മുതിർന്നവർക്ക് അത് സ്നാനമാണ്. മുതിർന്നവർക്കത് സ്നാനമാണ്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ഈശോ കാണിച്ചു തന്നതാണ് സ്നാനത്തിന്റെ ഏറ്റവും നല്ല മാതൃക. ഈശോ അവിടെ നിൽക്കുമ്പോൾ യോഹന്നാൻ ഒരു കൈക്കുമ്പിൾ വെള്ളം ഈശോയുടെ തലയിലേക്ക് ബാക്കി എല്ലാവർക്കും എന്നതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ
കൈകൂട്ടിപ്പിടിച്ചു നിന്ന് വളരെ എളിമയോടെ തല കുനിച്ചു നിന്ന് തൻ്റെ ദേഹത്തേക്ക് വീഴുന്ന, തൻ്റെ നിറകം തലയിലേക്ക് വീഴുന്ന ആ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും പോകരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ, കൃതജ്ഞതയോടെ നിന്ന് ആ മാമോദീസ സ്വീകരിക്കുന്ന ഈശോ നടത്തുന്ന കാര്യത്തിൻ്റെ പേരാണ് സ്നാനം. ഈശോയ്ക്ക് ആവശ്യമുണ്ടായിട്ട്, അർഹതയുണ്ടായിട്ട് സ്വീകരിച്ചതല്ല സ്നാനം. ഈശോ കുളിക്കുകയായിരുന്നില്ല, ഈശോ സ്നാനപ്പെടുകയായിരുന്നു. ഈശോയുടെ മാമോദീസ എന്ന് പറയുന്നിടത്ത് യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ് ബൈബിളിൽ എഴുതി ചേർക്കുമ്പോൾ അത് വെറും ഒരു കുളിയേ അല്ല, അത് തന്നിലേക്ക് സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ സ്നാനത്തെക്കുറിച്ച് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയുടെ പിന്നീട് വരാനിരുന്ന ജീവിതവും അതിൻ്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ ഈശോയ്ക്ക് സ്വീകരിക്കാനിരുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു മുന്നോടിയാണ് ഈ സ്നാനമെന്ന് നമ്മൾ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ തിരിച്ചറിയുകയാണ്. ഈശോ യോർദാൻ നദിയിലെ ജലത്തിൽ നിന്ന് മുങ്ങി പൊങ്ങുമ്പോൾ മരണം കഴിഞ്ഞ് പുതിയ ജീവനിലേക്ക് കടന്നു വന്ന ഈശോയുടെ ആ ഒരു കാര്യം തന്നെയാണ് ഈശോ ഈ ജ്ഞാനസ്നാനത്തിലൂടെ, ഈ യോർദാൻ നദിയിൽ മുങ്ങി പൊങ്ങിയതിലൂടെ ഈശോ ഓർമ്മിപ്പിച്ചത്. ഈശോയുടെ നിറകം തലയിലേക്ക് ഒരു തുള്ളി വെള്ളം വീണപ്പോൾ, ഒരു കൈക്കുമ്പിൾ വെള്ളം വീണപ്പോൾ ഈശോ അനങ്ങാതെ നിന്നത് സ്നേഹത്തോടെ ഏറ്റുവാങ്ങിയെങ്കിൽ, അർഹതയില്ലാത്ത, ആവശ്യമില്ലാത്ത ആ കാര്യം ഏറ്റുവാങ്ങിയെങ്കിൽ അത് ഈശോയുടെ ജീവിതത്തിന്റെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു യഥാർത്ഥ ഭാവമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇതുപോലെ ശാന്തനാണ്. ഈശോ കുരിശിൽ കിടക്കുമ്പോഴും ഇതുപോലെ ശാന്തനാണ്. ഇതൊന്നും ആവശ്യമില്ലാതെ, അർഹതയില്ലാതെ ഈശോ ഏറ്റുവാങ്ങിയതാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി. ഇത് പിതാവിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ അതിനെ എല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, എന്താണ് ഈശോയുടെ സ്നാനം നമ്മളോട് പറയുന്ന അർത്ഥം? ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും, വിധിച്ചിട്ടുണ്ടാവും. ഈശോയ്ക്ക് കുരിശു പോലെ അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങേണ്ട ഒരു ആത്മീയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈശോ തന്റെ മാമോദീസായിൽ തന്നെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത്, ഇനി എൻ്റെ ദൈവത്വം പറഞ്ഞ്, വലിയ കാര്യം പറഞ്ഞ് ഒന്നും ഈ നിൽക്കുന്നവർ പാപികളാണെന്ന് തോന്നലൊന്നും ഉണ്ടാക്കിപ്പിക്കണ്ട, ഞാനിതാ അവരെ പോലെ തന്നെ അവരിൽ ഒരുവനായി വന്ന് നിൽക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, രോഗങ്ങളാവാം, ദുരിതങ്ങളാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, കടക്കണികളാവാം, തെറ്റിദ്ധാരണകളാവാം, ഇതെല്ലാം ഒരു സ്നാനം പോലെ സ്വീകരിക്കാൻ പറ്റുന്നിടത്താണ് നമ്മൾ ഈശോയുടെ മാമോദീസ, ഈശോയുടെ സ്നാനത്തെക്കുറിച്ച് കൂടുതൽ നന്നായി തിരിച്ചറിയുന്നതെന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചത് വർഷാവർഷമുള്ള ഒരു ആത്മീയ ആചരണം മാത്രമായി കടന്നു പോകാതെ എന്താണ് ഈശോ ഈ മാമോദീസായിലൂടെ കാണിച്ചു തന്നതെന്ന് ഓർക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ഈശോയുടെ ജീവിതത്തെ മുൻനിർത്തി സ്വീകരിക്കാനും സാധിക്കുമ്പോഴാണ് ഈ ആചരണങ്ങളും ഈ ഓർമ്മകളുമെല്ലാം നമുക്ക് അർത്ഥമുള്ളതായിട്ട് മാറുന്നത്. ഈശോ ഈ മാമോദീസായുടെ കാര്യം അവിടെ കൊണ്ട് നിർത്തിയില്ല. ഈശോ പിന്നീട് ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. വെള്ളത്തിൽ മുങ്ങിയ മാമോദീസായെ കുറിച്ചല്ല പറയുന്നത്, കുരിശിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു മാമോദീസായെ കുറിച്ചാണ് പറയുന്നത്. ഈശോ പറയുന്നു, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. ഇന്ന് നമ്മൾ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ 10ാം സ്ഥലത്ത് ഈശോയുടെ മരണം നമ്മൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അതുണ്ട്. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു, അങ്ങയുടെ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എന്നാണ് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കും ജീവിതത്തിലെ കുരിശുമരണം പോലെ വിഷമത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, രോഗങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈശോ ആദ്യം സ്നാനത്തെ, മാമോദീസ ജലം തലയിലേക്ക് വീണപ്പോൾ എങ്ങനെ സ്വീകരിച്ചോ, എങ്ങനെ എളിമയോടുകൂടി ദൈവ പദ്ധതിയായി കണ്ടതിനെ സ്വീകരിച്ചോ, അതേ രീതിയിൽ പിന്നീട് വന്ന കാര്യങ്ങളെ, കുരിശുമരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്വീകരിച്ചത് കണ്ടു പഠിക്കുന്ന നമ്മളാണ് ഈ തിരുനാൾ ഏറ്റവും നന്നായി ആചരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന കാര്യങ്ങളെ ഒരു സ്നാനം പോലെ മനസ്സിലാക്കി സ്വീകരിക്കണമെന്നാണ് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് കുട്ടികൾ ചെയ്യുന്നത് പോലെയുള്ള വെറും വെള്ളം തട്ടിക്കളഞ്ഞുള്ള കുളിയല്ല. ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ മുഴുവനും എന്നിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടെ സ്വീകരിക്കുന്ന സ്നാനമാക്കാൻ ഈശോ ശ്രമിച്ചതുപോലെ
നമ്മുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളോട് എതിർത്ത് നിൽക്കുകയോ മറുതലിക്കുകയോ ചെയ്യാതെ അതിനെ സ്വീകരിക്കാൻ ഈശോ കാണിച്ച മാമോദീസ സന്ദർഭത്തിൽ തന്നെ കാണിച്ച മനസ്സ് നമുക്ക് ഉണ്ടാവാൻ ലഭിക്കാൻ ഇടയാക്കണമേ എന്നാണ് ഈ പുണ്യപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഈശോയുടെ മാമോദീസായിൽ നമ്മൾ അനുസ്മരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈശോ തിരുവചനം അതിനെക്കുറിച്ച് പറയുന്നത്, സഭ അതിനെക്കുറിച്ച് പറയുന്നത്, ഈശോ സ്വയം ലോകത്തിന് വെളിപ്പെടുത്തുകയായിരുന്നു. ഈശോ സ്വയം ലോകത്തിന് വെളിപ്പെടുത്തുകയായിരുന്നു. ഈശോ ദൈവമാണ്. ദൈവത്തിൻ്റെ ദൈവികതയുടെ പൂർണ്ണതയുടെ രൂപമായി ഭൂമിയിൽ അവതരിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാകാതെ പോയപ്പോൾ ഈശോ ഈ മാമോദീസായിലൂടെ ലോകത്തിന് തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. നമ്മൾ ചിന്തിച്ചതുപോലെ അത് വളരെ ശാന്തമായി, ഒച്ചപാടും ബഹളങ്ങളും ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ശാന്തമായി ഈശോ അത് ചെയ്തപ്പോൾ സ്വർഗം അതിനെ അംഗീകരിച്ചു പറഞ്ഞു, ഇവൻ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അതൊരു സ്വരം, ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി വ്യക്തമായി കാണാവുന്ന ഒരു രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും നമ്മൾ ഈ സന്ദർഭത്തിൽ കാണുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിന്റെ വളരെ പ്രകടമായ വ്യക്തമായ ഒരു വെളിപ്പെടലിന്റെ സന്ദർഭമായിട്ട് കൂടി നമ്മൾ അതിനെ തിരിച്ചറിയുകയാണ്. ഈശോ ഇവിടെ തന്നെ വെളിപ്പെടുത്തുന്നു. വളരെ ശാന്തമായി, എന്നാൽ വളരെ ദൈവികമായ ഭാഷയിൽ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. സ്നേഹമുള്ളവരെ, ഈ തിരുനാൾ ഭക്തിപൂർവ്വം ആചരിക്കുമ്പോൾ ഈശോ നമ്മളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളാരാണെന്ന് നമ്മൾ ഈ ലോകത്തോട് വെളിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളാരാണെന്ന് നമ്മൾ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയേണ്ടതുണ്ട്. ആരെയും ഉപദ്രവിച്ചിട്ടല്ല, ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, ആരുടെയും വിശ്വാസങ്ങളെ ഹനിച്ചിട്ടല്ല, ആരെയും എതിർത്തിട്ടല്ല. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ വേദനയോടെ കേട്ട കാര്യങ്ങളാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ 10-ലധികം സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾക്ക് വിധേയമായത്. വെറുതെ നടന്ന ആളുകൾ പോലും ഈ സംശയത്തിന്റെ മുൾമുനയിൽ ആക്രമിക്കപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മറ്റു ചിലർ അവരുടെ വിശ്വാസം പറയുന്നവരും പ്രകടിപ്പിക്കുന്നവരും ഒക്കെ ഒരുപക്ഷെ അക്രമത്തിന്റെ രീതിയിൽ, നല്ലതല്ലാത്ത ഒരു രീതിയിൽ അവരെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തു ശിഷ്യരായ ക്രിസ്ത്യാനികളായ നമുക്ക് ചെയ്യാനുള്ളത് ദൈവികമായ രീതിയിൽ നമ്മൾ ആരാണെന്ന് ഈ ലോകത്തോട് വെളിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടിൽ നിന്നോ, ഒരു സന്യസ്തയുടെ ജീവിത ചുറ്റുപാടിൽ നിന്നോ, ഒരു കുടുംബജീവിതക്കാരന്റെ ജീവിതക്കാരിയുടെ ജീവിത ചുറ്റുപാടിൽ നിന്നോ ഒക്കെ നമ്മളിലെ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് നമുക്ക് മാന്യമായ രീതിയിൽ ഈ ലോകത്തോട് വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് ഈശോ ഇന്ന് ഈ മാമോദീസായുടെ വേളയിൽ നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മദർ തെരേസ വഴിയിൽ കിടന്ന ആളുകളെ സ്വന്തമെന്ന് കരുതി എടുത്ത് പരിചയിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പരിചരണം കൊടുത്ത് അവരെ ശുശ്രൂഷിച്ചപ്പോൾ മദർ തെരേസ വെളിപ്പെടുത്തുകയായിരുന്നു താൻ ആരാണെന്നും താൻ എന്താണെന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുമൊക്കെ. അൽഫോൻസാമ്മ രോഗശയ്യയിൽ കിടന്ന് സഹിച്ചപ്പോൾ ഈ ലോകത്തിന് മുമ്പിൽ സ്വയം വെളിപ്പെടുത്തി താൻ ആരാണെന്ന്, തന്റെ വിശ്വാസം എന്താണെന്ന്, തന്റെ വിശ്വാസം ആരിലാണെന്ന്, ആർക്കു വേണ്ടിയാണ് താൻ ഇതൊക്കെ സന്തോഷത്തോടെ സഹിക്കുന്നതെന്ന് അൽഫോൻസാമ്മ വെളിപ്പെടുത്തി. നമ്മൾ കാണുന്ന ഓരോ രക്തസാക്ഷികളും ഓരോ വിശുദ്ധരും ഈശോ ലോകത്തിന് തന്നെ തന്റെ ദൈവികതയെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ വെളിപ്പെടുത്തിയവരാണ് തങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന്. നമ്മൾ വിശുദ്ധ ഗീവർഗീസിനെയും വിശുദ്ധ സെബസ്ത്യാനോസിനെയും ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളെ ഒക്കെ അനുസ്മരിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ ആ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിനെ ഉൾപ്പെടെ നമ്മൾ അനുസ്മരിച്ചു. അവരൊക്കെ സ്വന്തം ജീവിതം ദൈവത്തിന് ബലിയായി കൊടുത്തപ്പോൾ അവർ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. അവരെന്തിനാണ് ജീവിച്ചത്, ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്, എന്ത് വിശ്വാസമാണ് അവരെ നയിച്ചത്. അതൊന്നും ആരെയും ഉപദ്രവിച്ചിട്ടല്ല, ആരുടെയും വിശ്വാസങ്ങളെ ഹനിച്ചിട്ടല്ല. സ്നേഹമുള്ളവരെ, നമുക്കും ഇത് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം നമ്മുടെ ഉള്ളിൽ മാത്രം വയ്ക്കാനുള്ളതല്ല, മറിച്ച് മാന്യമായ രീതിയിൽ, ക്രിസ്തീയമായ രീതിയിൽ ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക അവസരം കൂടിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈശോ തൻ്റെ ദൈവികത വെളിപ്പെടുത്തിയത് ദൈവികമായ രീതിയിലാണ്. നമ്മുടെ വിശ്വാസം വെളിപ്പെടേണ്ടത്, നമ്മുടെ ക്രിസ്തീയത വെളിപ്പെടേണ്ടത്, ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം വെളിപ്പെടേണ്ടത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും ഒക്കെ രീതിയിലാണ്. നമ്മൾ ഇന്ന് ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ ആത്മശോധന ചെയ്യേണ്ട കാര്യം, എന്നിലൂടെ ക്രിസ്തുവിനെ എത്രമാത്രം വെളിപ്പെടുത്താനായി എനിക്ക് സാധിക്കുന്നുണ്ട്? എന്നിലൂടെ ക്രിസ്തുവാണോ വെളിപ്പെടുന്നത്, അതെയോ എന്നിലൂടെ മറ്റെന്തെങ്കിലുമാണോ, ദൈവികമല്ലാത്ത മറ്റെന്തെങ്കിലുമാണോ വെളിപ്പെടുന്നത് എന്നുള്ളത് കൂടിയാണ്. നമ്മൾ ഇന്ന് വളരെ പ്രത്യേകതയോടെ ഈ ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഏറെ ആകർഷിക്കുന്ന ഒരു കാര്യം, പൂജ്യരാജാക്കന്മാരുടെ തിരുസ്വരൂപവും അവരിവിടെ നടത്തിയ കുമ്പിടിയിൽ കർമ്മങ്ങളുമൊക്കെയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലേറെ പ്രാധാന്യത്തോടെ ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിച്ചതാണ് ഈ പൂജ്യ രാജാക്കന്മാരെ കുറിച്ച്. ഇന്ന് നമ്മൾ പൂജ്യരാജാക്കന്മാർ എന്ന് പറയും. പൂജ്യരായ, ബഹുമാനിക്കപ്പെടേണ്ടവരായ, ആദരിക്കപ്പെടേണ്ടവരായ ആ രാജാക്കന്മാർ എന്ന നിലയ്ക്ക് അത് പറഞ്ഞു പറഞ്ഞ് പൂജ്യരാജാക്കന്മാരായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല പേരുകളിലാണ് അവരറിയപ്പെടുന്നത്. ജ്യോതിശാസ്ത്രജ്ഞന്മാർ, അവർ നക്ഷത്രം നോക്കി വന്നതുകൊണ്ട്, അവരുടെ വേഷഭൂഷാദികൾ കൊണ്ട് അവർ രാജാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്നു. പക്ഷെ സുവിശേഷം അവരെ വിളിക്കുന്നത് ഒരു വാക്കുപയോഗിച്ചാണ്, ജ്ഞാനികൾ എന്നാണത്. അവരൊരു പക്ഷെ വലിയ സമ്പത്തുള്ള രാജാക്കന്മാരായിരിക്കാം, വലിയ ഭൗതികമായ അറിവുള്ള വാനനിരീക്ഷകരായ ജ്യോതിശാസ്ത്രജ്ഞന്മാരായ വലിയ ഈ ലോകത്തിൻ്റെതായ അറിവുള്ളവരായിരിക്കാം. പക്ഷെ ദൈവത്തിന് അവര് വിലപ്പെട്ടവരായി മാറുന്നത്, അവര് വിജ്ഞാനികൾക്കപ്പുറം ജ്ഞാനികളായി മാറുന്നത് അവരവരുടെ ജീവിത സാഹചര്യങ്ങളുടെ കാര്യങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയതുകൊണ്ടാണ്. നമ്മളിവിടെ കണ്ട ഈ ദൃശ്യാവിഷ്കാരത്തിൽ അവർ വരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അവരെ ദൈവം ജ്ഞാനികളെന്ന് വിളിക്കുന്നത് രാജാവാണെന്നുള്ള പകിട്ട് കണ്ടിട്ടല്ല, പൊന്നും വെള്ളിയും സമ്മാനമായി കിട്ടിയത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവർ അകലെ നിന്ന് കാണാൻ വന്നതിൻ്റെ കഷ്ടപ്പാട് പരിഗണിച്ചിട്ടല്ല, മറിച്ച് അവര് ദൈവത്തെ അന്വേഷിക്കാനുള്ള വലിയ സുബോധം കാണിച്ചു എന്നതിൻ്റെ പേരിലാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളും ചിലപ്പോൾ രാജാക്കന്മാരാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, ഇടങ്ങളിലൊക്കെ നമ്മൾ രാജാക്കന്മാരാണ്. നമ്മൾ പല രീതിയിൽ സമ്പന്നരാണ്. പക്ഷെ ദൈവത്തെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് അന്വേഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആകാശത്തൊരു നക്ഷത്രം കണ്ടപ്പോൾ അവർക്കത് ദൈവത്തെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ, നമ്മൾ ചെന്നുപെടുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തെയും ദൈവികമായതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലേ ഈ രാജാക്കന്മാരെ പോലെ നമ്മളും ദൈവത്തിൻ്റെ കണ്ണിൽ ജ്ഞാനികളും വിലയുള്ളവരുമായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. സ്നേഹമുള്ളവരെ, വലിയ ഒരു ആത്മീയ ദർശനമാണ് ഈ 3 രാജാക്കന്മാർ അവരുടെ ജീവിതവും ഈശോയെ അന്വേഷിച്ചുള്ള അവരുടെ വരവിലുമൊക്കെ നമുക്ക് നൽകുന്നത്. നമുക്ക് ഈ വലിയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പൂജരാജാക്കന്മാരുടെ സ്വർഗീയമായ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അവര് ജീവിതത്തിൻ്റെ പല ദിവസങ്ങൾ കഷ്ടപ്പെട്ട് നടന്ന് അന്വേഷിച്ച് ഈശോയെ കണ്ടെത്തിയവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈശോയെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ തുടർന്ന് വരുന്ന ദൃശ്യങ്ങളിൽ കാണും, ഈ രാജാക്കന്മാർ ഈശോയെ കണ്ടതിന് ശേഷം സ്വർഗീയമായ ഒരു ദർശനം, അറിയിപ്പ് കിട്ടുമ്പോൾ അവർ ഹെരോദേസിന്റെ അടുത്തേക്കല്ല, മറ്റൊരു വഴിയെയാണ് സ്വദേശത്തേക്ക് പോകുന്നത്. എന്താണ് അതിനർത്ഥം? ദൈവത്തെ കണ്ടെത്തുന്ന ആളുകൾക്ക് മാറ്റിവെക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഹെരോദേസിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് കൃത്യമായ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വലിയ സമ്മാനങ്ങൾ കിട്ടിയാനേ, അംഗീകാരങ്ങൾ കിട്ടിയാനേ. പക്ഷെ ഈശോയെ കണ്ടെത്തുന്ന മനുഷ്യരൊക്കെ മാറി നടക്കേണ്ട, അകലം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ കൂടിയാണ് ഈ ജ്ഞാനികൾ നമ്മുടെ ദൃഷ്ടിയിലും വലിയവരും മാതൃകയുമൊക്കെമായി മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈശോയെ കണ്ടെത്തുന്നവർക്കൊക്കെ പുതിയ തുടക്കങ്ങളാണ് കിട്ടുന്നത്. ഈ ക്രിസ്തുമസിനെ, ഈശോയുടെ തിരപ്പിറവി നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ നമുക്കിതാ പുതിയൊരു വർഷം, പുതിയൊരു ജീവിത വഴി തുറന്നു കിട്ടുകയാണ്. ആ ജീവിത വഴിയിലൂടെ ഈ പൂജരാജാക്കന്മാരെ പോലെ ഈ ചുറ്റുമുള്ള കാണുന്ന കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് ഈശോയെ അന്വേഷിക്കാനുള്ള
പുതിയ ഒരു ജീവിതത്തിൻ്റെ വഴിയാകട്ടെ ഈ പുതിയ വർഷമെന്ന് ആശംസിച്ച് ഒരിക്കൽ കൂടി ഈശോയുടെ ഈ വലിയ തിരുനാളുകളുടെ ഈ സംഗമത്തിൽ നിൽക്കുമ്പോൾ വലിയ അനുഗ്രഹമായി തിരുനാളും ഇതിൻ്റെ ആചരണങ്ങളും മാറട്ടെ എന്ന് ആശംസിച്ച്, അതുപോലെ ദൈവികമായ ഒരു സ്നാനത്തിൻ്റെ ചിന്തയോടെ ജീവിതത്തിൽ കടന്നു വരുന്നതൊക്കെ ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ദൈവേഷ്ടപ്രകാരം ഏറ്റെടുക്കാൻ ഈശോ കാണിച്ച മനസ്സിൻ്റെ തുടർച്ച നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പുതിയ വർഷം വലിയ ദൈവാനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ബിജു കുന്നേക്കാട്ടച്ചൻ നമ്മളോട് ഈശോയുടെ ധനഹായെക്കുറിച്ചും രാക്കുളിയെക്കുറിച്ചും ഈശോയുടെ മാമോദിസായെക്കുറിച്ചുമൊക്കെ മനോഹരമായിട്ട് സംസാരിക്കുകയായിരുന്നു. ശേഷം അതിനെ ആനുകാലികമായിട്ട് ബന്ധിക്കുകയായിരുന്നു നമ്മുടെ ജീവിതവുമായി. അച്ഛന് എല്ലാവരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നല്ല ഒരു സന്ദേശത്തിന് അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി. താങ്ക് യു.